ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മളുടെ ലിക്വിഡിലൂടെ നമ്മളുടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു അല്ലെ, മാം ചോദിച്ചു. ഓക്കെ, അപ്പൊ നമുക്കത് എക്സ്പെരിമെന്റിൽ ഒന്ന് പ്രൂവ് ചെയ്താലോ? നമുക്കത് എക്സ്പെരിമെന്റിൽ ഒന്ന് ചെയ്ത് നോക്കില്ല. കഴിഞ്ഞ പാർട്ടിൽ മാം പറഞ്ഞിരുന്നു ലിക്വിഡിലൂടെ നമ്മളുടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സ്പെരിമെന്റിൽ ചെയ്ത് നോക്കാം അല്ലെ. അപ്പൊ ഒന്ന് വായിച്ചു നോക്കി, ഒന്ന് റീഡ് ചെയ്തേ. എക്സ്പെരിമെന്റ് ടു ഡെമോൺസ്ട്രേറ്റ് ദ കണ്ടക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ഇൻ ലിക്വിഡ്സ്. ഓക്കെ, ജസ്റ്റ് ചെറിയൊരു എക്സ്പെരിമെന്റ് ആണ്. കൺസ്ട്രക്ട് എ സർക്യൂട്ട് വിത്ത് സെൽ കണക്റ്റിംഗ് വയർ ആൻഡ് LED. ഓക്കെ, നമുക്കറിയാം നമുക്ക് എന്താണ് നമ്മുടെ സർക്യൂട്ട്, ഇലക്ട്രിക് സർക്യൂട്ടിൽ ഉണ്ടാവുന്ന എന്തൊക്കെ മെറ്റീരിയൽസ്, എന്തൊക്കെ ഉണ്ടാവുക? ഒരു കണക്റ്റിംഗ് വയർ, ഒരു സെൽ ഉണ്ടാവും അല്ലെ, പിന്നെന്താണ് ഒരു ബൾബ് ഓർ LED ഉണ്ടാവും. ഓക്കെ, insert the free ends of the wire into a beaker into water without touching each other. എന്താ പറയുന്നത്? ആ ബീക്കർ, നമ്മളുടെ ഒരു വാട്ടർ ഉള്ള ബീക്കർ. അപ്പൊ നമ്മൾ വെള്ളത്തിലാണ് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുന്നത്, വെള്ളത്തിലൂടെ നമ്മളുടെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുമെന്നാണല്ലേ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താണ്, ആ ഒരു ബീക്കർ, നമ്മൾ ബീക്കറിലാണ് നമ്മൾ വാട്ടർ എടുക്കുന്നത്. ആ വാട്ടറിലേക്ക് നമ്മളുടെ വയർ ഇൻസേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ വയർ ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ജസ്റ്റ് റോഡ് വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, മാം ജസ്റ്റ് ഫിഗർ വെച്ച് പറയാം. അപ്പൊ നമുക്ക് എന്താണെന്ന് റീഡ് ചെയ്ത് നോക്കാം. Insert the free ends of the wire into a beaker of water without touching each other. രണ്ടും ടച്ച് ചെയ്യാത്ത രീതിയിൽ വേണം ഇൻസേർട്ട് ചെയ്യാൻ എന്നാണ് പറയുന്നത്. If the LED glows, then it indicates that liquid is a good conductor of electricity. So it is a conductor of electricity. If it doesn't glow, it is an indication that liquid doesn't conduct electricity. Okay, അതില്ല. ഇനി നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യിപ്പിച്ചിട്ട് അതെന്താണ്, നമ്മളുടെ ബൾബ്, നമ്മൾ LED കത്തുന്നുണ്ട്, ഗ്ലോ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ എന്താണ്, കണ്ടക്ടർ ആണ്. വെള്ളം, ഒരു വാട്ടർ ഒരു കണ്ടക്ടർ ആണെന്ന് മനസ്സിലാക്കാൻ. ഗ്ലോ ചെയ്യുന്നില്ല നമുക്ക് എന്തായാലും ഉറപ്പിക്കാം, ഇറ്റ് ഇസ് നോട്ട് എ കണ്ടക്ടർ. ഓക്കെ, ഓക്കെ, ദ ലിക്വിഡ് ഇസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ഇഫ് ദ ബ്രൈറ്റ്നസ് ഓഫ് ദ LED ഇസ് ഹൈ. എന്താണ് നമ്മളുടെ LED ബ്രൈറ്റ്നസ്, നമ്മൾ LED ആണ് ഇവിടെ എടുക്കുന്നത്, അതിന്റെ ബ്രൈറ്റ്നസ് ഭയങ്കര നല്ല ബ്രൈറ്റ്നസ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം എന്താണ്, ഒരു ഗുഡ് കണ്ടക്ടർ ആണ്. ഓക്കെ, കണ്ടക്ടർ ഗുഡ് കണ്ടക്ടർ ആണെന്ന് മനസ്സിലാക്കാം. Okay, like this, if the brightness of the LED bulb is low, the liquid is bad conductor. ഇപ്പം നമുക്ക് കത്തുന്നുണ്ട്, ബൾബ് ഗ്ലോ ചെയ്യുന്നുണ്ട്, ഭയങ്കര ഡിമ്മാണ് എന്ന് വിചാരിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്, പുവർ കണ്ടക്ടർ ആണ്. കണ്ടക്ട് ചെയ്യുന്നുണ്ട് ബട്ട് ഇറ്റ്സ് എ പുവർ കണ്ടക്ടർ ആണ് മനസ്സിലാക്കാം. ഓക്കെ, ഓക്കെ, നമുക്ക് ജസ്റ്റ് മാം ഒരു ഫിഗറിൽ കാണിച്ചതാണ്. ഇത് ജസ്റ്റ് ഒരു ബീക്കർ ആണ്. എന്താണ്, ആ ബീക്കറിൽ റോഡ് വെച്ച് നമ്മൾ ഇതായി ജസ്റ്റ് ഇലക്ട്രിക് സർക്യൂട്ട് പോലെ ചെയ്താണ്. ഇവിടെ എന്താണ് വയർ നമ്മൾ കണക്ട് ചെയ്യാൻ രണ്ട് റോഡ് ചെയ്തതാണ് കേട്ടോ. നമ്മളുടെ റോഡാണ്, ജസ്റ്റ് റോഡ് നമ്മുടെ വയറിൽ കണക്ട് ചെയ്തു. ഇതെന്താണ്, DC പവർ സപ്ലൈ നമ്മുടെ സെല്ലാണ്. നിങ്ങൾ DC പവർ സപ്ലൈ ഒന്നും നോക്കണ്ട, ജസ്റ്റ് സെൽ എന്താണ് നമ്മളുടെ റോഡ്. ഞാൻ പറഞ്ഞത് വയറാണ്, ഇതിൽ ജസ്റ്റ് റോഡ് വെച്ചിട്ടുണ്ട്. അതെന്താണ് നമ്മളുടെ LED കണക്ട് ചെയ്തു. ഓക്കെ, LED ആണ്, LED കണക്ട് ചെയ്തു. അപ്പൊ ജസ്റ്റ് കണക്ട് ചെയ്തപ്പം ഒരു സർക്യൂട്ട് കണക്ഷൻ മാത്രം കാണിക്കാനാണ് കേട്ടോ ഞാൻ ചെയ്തത്. അപ്പൊ ആ കണക്ഷൻ ജസ്റ്റ് ചെയ്തു. അപ്പൊ നമ്മളുടെ LED ഗ്ലോ ചെയ്യുകയാണെങ്കിൽ എന്താണ്, ഈ വാട്ടർ എന്ന് പറയുന്നത് ഒരു കണ്ടക്ടർ ആണ്. ഓക്കെ, LED ഗ്ലോ ചെയ്യുകയാണെങ്കിൽ, ഇഫ് LED ഇസ് നോട്ട് ഗ്ലോ, എന്താണ് ഗ്ലോ ചെയ്യുന്നില്ലെങ്കിൽ അതെന്താണ്, ഒരു കണ്ടക്ടർ അല്ല. ഇഫ് എന്താ LED നല്ല ബ്രൈറ്റ് ആയിട്ട് ഗ്ലോ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഇസ് എ ഗുഡ് കണ്ടക്ടർ. ഈ ലിക്വിഡ് എന്ന് പറയുന്നത് ഗുഡ് കണ്ടക്ടർ ആണെന്ന് പറയാം. ഓക്കെ, ഇപ്പൊ ലിക്വിഡ് ഏതാണെന്ന് പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒരു ലിക്വിഡ് എന്ന് പറയാം. ഇനിയിപ്പോ നമുക്ക് ഏതെങ്കിലും സോൾട്ട് വാട്ടർ, ഇവിടെ ഇപ്പൊ ലിക്വിഡ് മാം എടുത്തത് ഒരു സോൾട്ട് വാട്ടർ ആണ്. സോൾട്ട് വാട്ടർ ആണെന്ന് വിചാരിച്ചേ, ആ സോൾട്ട് വാട്ടർ നമുക്കൊരു ഗുഡ് കണ്ടക്ടർ ആണെന്ന് മനസ്സിലാക്കാം. എന്തുകൊണ്ടാണ്, അത് LED ഗ്ലോ ചെയ്യും. ഓക്കെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ചെയ്യുമ്പോൾ ഈ രണ്ട് വയർ കണക്ട് ചെയ്ത റോഡ് എന്തായിരിക്കണം, എപ്പാട്ടായി എന്താണ് ടച്ച് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. അയണിക് കോമ്പൗണ്ട് ബീങ് മെൽറ്റഡ്, ജസ്റ്റ് അയണിക് കോമ്പൗണ്ട് ആയിരിക്കണം എന്നാ പറയാം. അയണിക് കോമ്പൗണ്ട് അയൺസ് കണ്ടന്റ് ചെയ്ത അയൺസ് പ്രസന്റ് ആയ ഒരു സൊല്യൂഷൻ ആയിരിക്കണം നമ്മൾ കൊടുക്കുന്ന ലിക്വിഡ്. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് അവിടെ എന്താണ് LED ഗ്ലോ ചെയ്യണം. ഓക്കെ, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ മാം, കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അയൺസ് പ്രസന്റ് ആയിരിക്കണം അല്ലെ, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയൺസ് പ്രസന്റ് ആയിരിക്കണം. ഓക്കെ, സോൾട്ട് വാട്ടറിൽ അത് പ്രസന്റ് ആയിരിക്കും അല്ലെ. നമ്മൾ കോപ്പർ സൾഫേറ്റ്, സിങ്ക് സൾഫേറ്റ് അങ്ങനെ കുറെ എക്സാമ്പിൾസ് പറഞ്ഞു. അപ്പൊ കോപ്പർ സൾഫേറ്റിൽ കോപ്പർ പോസിറ്റീവ് ആയിട്ടും സൾഫേറ്റ് നെഗറ്റീവ് ആയിട്ടുമാണ് പറയുന്നത്. ഓക്കെ, ഓക്കെ അല്ലേ. അപ്പൊ നമ്മൾ ജസ്റ്റ് സിംപ്ലി എങ്ങനെയാണ് ലിക്വിഡ് എക്സ്പെരിമെന്റലി ലിക്വിഡിൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള എക്സ്പെരിമെന്റലി ഉള്ളതൊന്നും പറഞ്ഞതാണ്. ജസ്റ്റ് നമ്മളുടെ ഒരു വയർ, രണ്ട് വയർ എടുക്കുക, അതിലെന്താ ഒരു സെല്ല് വേണം, ജസ്റ്റ് LED ബൾബ് വേണം, രണ്ട് വയർ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഇതേ എക്സ്പെരിമെന്റിൽ അല്ലാതെ ജസ്റ്റ് ഒന്ന് ലിക്വിഡിൽ ഡിപ്പ് ചെയ്യുമ്പോൾ ആ ബൾബ് ഗ്ലോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ ആ ലിക്വിഡ് ഇസ് എ ഗുഡ് കണ്ടക്ടർ. ഓക്കെ അല്ലെ. നമ്മൾക്ക് ഒരു സർക്യൂട്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്യണം. ഒരു സർക്യൂട്ട്
ഇലക്ട്രിക് സർക്യൂട്ട് കംപ്ലീറ്റ് ആവണം എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് ഈ രണ്ട് വയർ ശരിക്കും ഇങ്ങനെ അപ്പാർട്ടായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഇതിലൂടെ എന്ത് ചെയ്യണം? ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യണം അല്ലെ? ചാർജസ് ഫ്ലോ ചെയ്തിട്ട് ഈ ഒരു പാർട്ടിലൂടെ ഫ്ലോ ചെയ്തിട്ട് വേണം അവിടേക്ക് എന്ത് ചെയ്യാന്? അവിടെ ഇലക്ട്രിസിറ്റി എത്തിയിട്ട് നമ്മളുടെ LED ഗ്ലോ ചെയ്യാൻ. ഓക്കെ, ഇവിടെ നിങ്ങളുടെ ഈ ഒരു കേസിൽ നിങ്ങൾ LED എന്നാണ് മാം പറയുന്നത്. ഓക്കെ, ഇവിടെ എന്തുകൊണ്ടായിരിക്കും ബൾബ് യൂസ് ചെയ്യാത്തത്? ഇവിടെ നമ്മളുടെ എപ്പോഴും സർക്യൂട്ട് നമ്മളൊരു ഓർഡിനറി ബൾബാണ് എടുക്കുക അല്ലെ? നിങ്ങൾ ഓർഡിനറി ബൾബ് എന്ന് പറയുന്നത് എന്തായിരുന്നു മക്കളെ? ഇത് പഠിച്ചിട്ട് ഓർഡിനറി ബൾബ് എന്താണ്? സാദാ ബൾബ്. ആ ബൾബിന്റെ ഫിഗറിൽ നമുക്ക് മനസ്സിലാക്കാം എന്തുണ്ടാവും? ഒരു ഫിലമെന്റ് ഉണ്ടാവും. ഓക്കെ, ആ ഫിലമെന്റ് ആണ് നമ്മളുടെ എന്താണ് ഗ്ലോ ചെയ്യുന്നത് അല്ലെ? നമ്മുടെ ഇലക്ട്രിസിറ്റി കടത്തി വിടുമ്പോൾ ആ ഫിലമെന്റ് ആണ് നമ്മളുടെ ഹീറ്റ് ചെയ്യുമ്പോൾ, ഹീറ്റ് എന്ന് വെച്ചാൽ നമ്മളുടെ ഇലക്ട്രിസിറ്റി വരുമ്പോൾ അത് ഹീറ്റ് ആവും, ഫിലമെന്റ് ഹീറ്റ് ആയി അതാണ് ലൈറ്റൻ ചെയ്യുന്നത്. ഓക്കെ, ആ ലൈറ്റൻ ആണ് നമ്മളുടെ എന്താണ് ഗ്ലാസ്സിലൂടെ കണ്ടിട്ട് ബൾബായിട്ട് കാണുന്നത്. ഓക്കെ, നമുക്ക് മനസ്സിലായി. ഫിലമെന്റ് എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? എന്താണ് ഫിലമെന്റ്? ഫിലമെന്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ടങ്സ്റ്റൺ. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ 6th or 7th ക്ലാസ്സിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിക്കുന്നുണ്ട് അല്ലെ? ബൾബിന്റെ സ്ട്രക്ചേഴ്സ് ഒക്കെ. ഓക്കെ, പക്ഷെ നമ്മൾ ഈ ഒരു ലിക്വിഡിന്റെ കേസിൽ നമ്മൾ LED വെച്ചിട്ടാണ് അത് എക്സ്പെരിമെന്റിൽ ചെയ്യുന്നത്. അത് എന്തുകൊണ്ടായിരിക്കും? ഫിലമെന്റ് നമ്മൾ ഓർഡിനറി ബൾബ് എടുക്കാതെ എന്തുകൊണ്ടായിരിക്കും? അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് പഠിക്കാനുണ്ട്. Okay, why LED bulbs are more suitable for testing electrical conductivity of liquids? എന്തുകൊണ്ടായിരിക്കും LED ആണ് more suitable ആയത്? LED ആയത് എന്തുകൊണ്ടായിരിക്കും? അതിന്റെ ആൻസർ നമുക്ക് നോക്കാം. The electric current often cause heating effect due to which the filament of bulb gets heated up and glows. അല്ലെ? ഞാൻ പറഞ്ഞത് എന്താണ്? നമ്മുടെ ഇലക്ട്രിക് എന്താണ് ഹീറ്റിംഗ് എഫക്റ്റ് ആണ് അല്ലെ? നമ്മൾ പറഞ്ഞു ഇലക്ട്രിക് കറന്റ് കുറച്ച് എഫക്ട്സ് ഉണ്ട് അല്ലെ? അതിൽ ഹീറ്റിംഗ് എഫക്ട് കൊണ്ടാണ് നമ്മളുടെ അതിന്റെ അപ്ലിക്കേഷൻ ആണ് നമ്മളുടെ എന്താണ് ബൾബിന്റെ ഗ്ലോ അല്ലെ? കുറെ അപ്ലിക്കേഷൻസ് ഉണ്ട് ഹീറ്റിംഗ് എഫക്റ്റിൽ. എന്തായിരുന്നു മക്കളെ നമ്മളുടെ അപ്ലിക്കേഷൻസ് ഒക്കെ? ഹീറ്റിംഗ് എഫക്ട് കൊണ്ടുള്ള അപ്ലിക്കേഷൻസ് എന്തൊക്കെ ആയിരുന്നു? ആലോചിക്കേ, എന്തായിരുന്നു ഹീറ്റിംഗ് എഫക്ട് കൊണ്ടെന്നുള്ള? നമ്മളുടെ ഇലക്ട്രിക് സ്റ്റൗ, ഇലക്ട്രിക് ഹീറ്റർ, ഡ്രയർ, ഹെയർ ഡ്രയർ, അത് എന്തൊക്കെ ഐറ്റംസ്? അയൺ ബോക്സ് അല്ലെ? അയൺ ബോക്സ് ഒക്കെ എന്തായിരുന്നു? ഇതൊക്കെ എന്തായിരുന്നു? ഹീറ്റിംഗ് എഫക്റ്റിന്റെ അപ്ലിക്കേഷൻസ് ആയിരുന്നു അല്ലെ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പൊ ഈ ഒരു അപ്ലിക്കേഷൻസ് പെട്ട മെയിൻ ആയിട്ട് അപ്ലിക്കേഷൻ ആയിരുന്നു എന്ത്? ഗ്ലോയിങ് ഓഫ് ബൾബ് അല്ലെ? അപ്പൊ ബൾബിന് ഗ്ലോ എങ്ങനെയാണ് വരുന്നത്? നമ്മളുടെ ഫിലമെന്റ് ഹീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ബൾബ് കത്തുന്നത് എന്നാ പറയുക. ബൾബ് എന്ന് ഉദ്ദേശിച്ച ഫിലമെന്റ് ആണ് അവിടെ ഗ്ലോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്? ഇലക്ട്രിക് കറന്റ് ഓഫൻ കോസസ് ഹീറ്റിംഗ് എഫക്ട് ഡ്യൂ ടു വിച്ച് ദ ഫിലമെന്റ് ഓഫ് ദ ബൾബ് ഗെറ്റ്സ് ഹീറ്റഡ് അപ്പ് ആൻഡ് ഗ്ലോസ്. എന്താണ് ബൾബ് ഗെറ്റ്സ് ഹീറ്റഡ് അപ്പ് ചെയ്തിട്ട് ഗ്ലോ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, മാം പറഞ്ഞ പോയിന്റ് തന്നെയാണ്. സെക്കൻഡ് നോക്കിയേ. However, some liquids are capable of conducting electricity, but they are weak conductors of electricity. Hence, current passes through them, but it is not strong enough to heaten up the filament. As a result, the filament would not lighten up in the case of such liquids. Okay. എന്താണ് പറയുന്നത്? However, some liquids are capable of conducting. ചില ലിക്വിഡ്സ് എന്താണ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ കാപ്പബിൾ ആയിരിക്കും. അവർക്ക് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ പറ്റും. ബട്ട് ദേ ആർ വീക്ക് കണ്ടക്ടർ. അവരെന്തായിരിക്കും? വീക്ക് കണ്ടക്ടേഴ്സ് ആയിരിക്കും. ബട്ട് ഇലക്ട്രിസിറ്റി അതിലൂടെ കണ്ടക്ട് ചെയ്യാം. ചെറിയ തോതിൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അത് അവരൊരു വീക്ക് കണ്ടക്ടേഴ്സ് ആയിരിക്കും. ഗുഡ് കണ്ടക്ടേഴ്സ് ആയിരിക്കില്ല, വീക്ക് കണ്ടക്ടേഴ്സ് ആയിരിക്കും. അപ്പൊ എന്താണ്? ഹാൻഡ് കറന്റ് പാസ് ത്രൂ ദം ബട്ട് ഇറ്റ് ഇസ് നോട്ട് സ്ട്രോങ് ഇനഫ് ടു ഹീറ്റ് അപ്പ്. അതെന്താണ്? നമ്മൾ പറഞ്ഞു ഓർഡിനറി ബൾബ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു മക്കളെ? ഈ ഫിലമെന്റ് ഹീറ്റ് ചെയ്തിട്ട് വേണം അത് ഗ്ലോ ചെയ്യാൻ അല്ലെ? ഓർഡിനറി ബൾബിന്റെ കേസ് ആലോചിക്കണം, നന്നായിട്ട് ആലോചിക്കുക. എങ്ങനെയെന്ന് പറഞ്ഞത്? നമ്മളുടെ ഓർഡിനറി ബൾബിലുള്ള ഫിലമെന്റ് ഹീറ്റ് ചെയ്തിട്ട് വേണം അത് ലൈറ്റൻ ചെയ്യാൻ അല്ലെ? ബട്ട് ഈ ഒരു കേസിൽ നമ്മൾ പറഞ്ഞു വീക്ക് കണ്ടക്ടർ ആയിരിക്കും ചില ലിക്വിഡ്സ് എന്ന് പറഞ്ഞു. അവർക്ക് കണ്ടക്ട് ചെയ്യാം. എന്താണ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നുണ്ട്, ചെറിയ തോതിലായിരിക്കും. അതുകൊണ്ട് അവർക്ക് ആ എന്താണ് അത് ഹീറ്റൻ ചെയ്യാനുള്ള അത്ര ഇതില് അവരെന്ത് ചെയ്യൂല? ഇലക്ട്രിസിറ്റി കടത്തി വിടൂല. എന്ത്? നമ്മൾ ഈ ഫിലമെന്റ് ടങ്സ്റ്റൺ എന്ന് പറഞ്ഞ ഫിലമെന്റ് നമ്മളുടെ എന്താണ് നന്നായിട്ട് ഹീറ്റ് ചെയ്തിട്ട് വേണം അവിടെ ഗ്ലോ ചെയ്യാൻ. സോ എന്താണ് ഈ ഒരു കേസിൽ നമുക്ക് ഈ ഒരു വീക്ക് ആയിട്ടുള്ള ലിക്വിഡ് ആണ്, വീക്ക് കണ്ടക്ടേഴ്സ് ഓഫ് ലിക്വിഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് എന്താണ് അത്ര പെട്ടെന്ന് അത് ചൂടായിട്ട് വേണ്ടേ കത്താൻ. അതുകൊണ്ട് തന്നെ നമ്മൾ ഓർഡിനറി ബൾബ് നമ്മൾ ഈ ഒരു കേസിൽ യൂസ് ചെയ്യൂല. എന്താണ് മനസ്സിലായോ? ഈ ഒരു പോയിന്റ് മനസ്സിലായോ? However, some liquids are capable of conducting electricity, but they are weak conductors of electricity. Okay, hence current passes through them, but it is not that strong enough to heaten up the filament. Okay,
ഫിലമെന്റ് ഈറ്റൺ അപ്പ് ചെയ്യാൻ അത്ര സ്ട്രോങ് ആയിരിക്കില്ല എന്നാണ് ഉദ്ദേശിച്ചത്. As a result, the filament would not lighten up in the case of such liquids. Okay, ആ കേസ് ലിക്വിഡിന്റെ കേസിൽ എന്താണ് ബൾബ് കത്തില്ല, ഗ്ലോ ചെയ്യില്ല. However, the LED bulbs can detect the flow of even a small amount of electric current as well. Hence, the LED bulbs are suitable for testing electrical conductivity of liquids. Okay, നമുക്ക് എന്താണ് LED bulbs ഏതൊരു ചെറിയ amount of ഇലക്ട്രിസിറ്റിന്റെ കേസിലും ലൈറ്റൺ ചെയ്യും. സോ നമുക്ക് ഈ ഒരു കേസിലൊക്കെ നമ്മൾ LED ആണ് മെയിൻ ആയിട്ട് ചൂസ് ചെയ്യുക. നമ്മുടെ വീട്ടിലും എനിക്ക് തോന്നുന്നു ഇലക്ട്രിസിറ്റിന്റെ മെയിൻ കേസിൽ നമ്മൾ LED ബൾബാണ് ചൂസ് ചെയ്യുക അല്ലെ. ചെറിയ ഇലക്ട്രിസിറ്റി ആണ്, നമ്മളുടെ വോൾട്ടേജ് കുറവൊക്കെ ഉള്ള സമയം നമ്മൾ പറയാറില്ലേ വോൾട്ടേജ് കുറവാണ്, ആ വോൾട്ടേജ് ടൈം കുറവുള്ള സമയത്തായാലും നമ്മുടെ LED ബൾബ് കത്തുന്നത് കണ്ടിട്ടുണ്ടാവും, ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർക്ക് ഒരു ചെറിയ തോതിലുള്ള ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിലും അത് വർക്ക് ചെയ്യാൻ കഴിയുന്നതാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ലിക്വിഡ്സിന്റെ കണ്ടക്ടിവിറ്റി ചെക്ക് ചെയ്യുന്ന എക്സ്പെരിമെന്റിലൊക്കെ നമ്മൾ LED ഉപയോഗിക്കുന്നത്. ഓക്കെ ആണോ? എന്തുകൊണ്ടാണ് LED യൂസ് ചെയ്യുന്നതായിരുന്നു നമ്മളുടെ ക്വസ്റ്റ്യൻ. എന്താണെന്ന് മനസ്സിലായല്ലോ? നമ്മളുടെ ഓർഡിനറി ബൾബിലെ ഫിലമെന്റ് എന്താണ് ചൂട് ചെയ്തിട്ട് വേണം അത് ഗ്ലോ ചെയ്യാൻ. ഓക്കെ, അതിനുള്ള എന്താണ് അത്ര സ്ട്രോങ് ആയിരിക്കില്ല ചിലപ്പം അതിലുണ്ടാവുന്ന കണ്ട ഇലക്ട്രിസിറ്റി. ഓക്കെ, നമ്മൾ ചെക്ക് ചെയ്യാണല്ലോ ചെയ്യുന്നത്. ആ ചെക്കിന് ചെയ്താൽ നമുക്കത് ഗ്ലോ ചെയ്യാൻ മനസ്സിലാവില്ല. ബൾബ് കത്താതെ നമ്മൾ വിചാരിക്കും ഇറ്റ് ഈസ് എ കണ്ടക്ടർ ആയിരിക്കില്ല. ബട്ട് എന്താണ് നമ്മൾ LED വെക്കുമ്പോൾ ചിലപ്പോൾ അത് ഗ്ലോ ചെയ്യും. അപ്പൊ മനസ്സിലാക്കും ഒരു വീക്ക് കണ്ടക്ടർ അതിലൂടെ വീക്ക് കണ്ടക്ടറായ ലിക്വിഡ് ആയിരിക്കും എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക്? എങ്ങനെയാണ് പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ ഓക്കെ, ഇനി എന്താ പറയുന്നത്? വാട്ട് ഈസ് ആൻ ഇലക്ട്രോലൈസിസ്? ഓക്കെ, അപ്പൊ നമ്മളുടെ കെമിക്കൽ എഫക്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റ് നമ്മളുടെ പാർട്ടിലേക്ക് വരാണ്. അതിന് മുന്നേ നമുക്ക് പഠിക്കാനുണ്ട് കുറച്ച് ഇലക്ട്രോലൈസിസ്. അതായത് മാം പറഞ്ഞു കോപ്പർ സൾഫേറ്റിന്റെ കേസ് പറഞ്ഞു. ആ കോപ്പർ സൾഫേറ്റിൽ മാം പറഞ്ഞു കോപ്പറും സൾഫേറ്റും എന്താണ് ബ്രേക്കൺ ചെയ്തിട്ട് അയൺസ് മാറി മാറി വരുന്നത്. അത് ആ പ്രോസസ് പറഞ്ഞ് ശരിക്കും ഇലക്ട്രോലൈസിസ് ആണ്. എന്ത് യൂസ് ചെയ്തിട്ടാണ് അവിടെ ചെയ്യുന്നത്? ഇലക്ട്രിക് കറണ്ട് യൂസ് ചെയ്തിട്ടാണ് അല്ലെ. അതാണ് പറയുന്നത് വാട്ട് ഈസ് ആൻ ഇലക്ട്രോലൈസിസ് എന്ന് പറയുന്നത്. ദ എഫക്ട് ഇൻ വിച്ച് കോമ്പണന്റ്സ് ഓഫ് എ കോമ്പൗണ്ട് ഗെറ്റ് സ്പ്ലിറ്റ് ഡ്യൂ ടു പാസിംഗ് ആൻ ഇലക്ട്രിക് കറണ്ട് ത്രൂ ഇറ്റ് ഈസ് കോൾഡ് ഇലക്ട്രോലൈസ്. ഓക്കെ, എന്താണ് കോമ്പൗണ്ടിലെ കോമ്പോണൻസ് എന്താണ് സ്പ്ലിറ്റ് ചെയ്യാം, എന്താണ് അതിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ കോമ്പൗണ്ടിലെ കോമ്പോണൻസ് സ്പ്ലിറ്റ് ചെയ്യുന്നതിനെ പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്താണ് ഇലക്ട്രോലൈസിസ് എന്ന് പറയുന്നത്. ഓക്കെ, what is meant by electrolysis? The effect in which components of a compound get split to passing an electric current through it is called electrolysis. Okay, അപ്പൊ ഇത് കുറച്ച് നമ്മളുടെ പോയിന്റ്സ് ആണ് ഇനി പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറഞ്ഞ പാർട്ടിലേക്ക് വരുമ്പോൾ പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ഓക്കെ, ജസ്റ്റ് ഫിഗറിൽ കാണിക്കുന്നതാണ് ഇലക്ട്രോലൈസിസ് എന്ന് പറഞ്ഞിട്ടുള്ളത് പറയാൻ വേണ്ടിയിട്ട്. നമ്മൾ രണ്ട് എന്താണിത് നമ്മളുടെ ഒരു സർക്യൂട്ട് സെറ്റപ്പ് ആണ് അല്ലെ. നമ്മളുടെ ഒരു ലിക്വിഡിൽ പാസ് ചെയ്യുന്ന ഇതെന്താണ് റോഡാണ്, രണ്ട് റോഡ്സ് ഉണ്ട്. ഇതെന്താണ് നമ്മൾ വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ DC കറണ്ട് ഒരു സെല്ലുണ്ട്. ഓക്കെ, ഇവിടെ വയർ പറയുന്നത് നോക്കിയേ എന്താണ് പറയുന്നത്? ഇവിടെ കാഥോഡ് ആനോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ട്. കാറ്റയോൺ എന്ന് പറഞ്ഞാൽ അയൺ, പോസിറ്റീവ് അയോൺസിന് പറയുന്ന പേരാണ് കാറ്റയോൺ, നെഗറ്റീവ് അയോൺ പറഞ്ഞ പേരാണ് ആനയോൺ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അതുപോലെ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്ന ഈ സൊല്യൂഷൻ പറയുന്ന പേരാണ് നമുക്ക് പഠിക്കുക. അപ്പൊ ഈ ഒരു സെറ്റപ്പ് ആലോചിക്കുക, നമുക്ക് അടുത്ത് പഠിക്കുക എന്താണ് കേട്ടോ. അപ്പൊ വാട്ട് ഈസ് ആൻ ഇലക്ട്രോഡ്? ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? റോഡ്സ് പറഞ്ഞു അതെന്താണ്? ഇലക്ട്രോഡ് ഈസ് എ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ദാറ്റ് ക്യാൻ ക്യാരി ഇലക്ട്രിക് കറന്റ് ഇൻ ടു നോൺ മെറ്റൽസ് ആൻഡ് അതർ പുവർ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. ഓക്കെ, ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇലക്ട്രിസിറ്റിന്റെ കണ്ടക്ടർ ആണ്. ഓക്കെ, ഇലക്ട്രിസിറ്റിന്റെ കണ്ടക്ടർ ആണ്. അത് എന്ത് ക്യാരി ചെയ്യും? ഇലക്ട്രിക് കറണ്ട് നോൺ മെറ്റൽസ് അല്ലാത്തതിലും പുവർ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റിയിലേക്കൊക്കെ എന്താണ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു റോഡാണ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇനി പഠിക്കാനുണ്ടാവും കേട്ടോ. അപ്പൊ ഇലക്ട്രോഡ് എന്താ മനസ്സിലാക്കി വെക്കുക. വാട്ട് ഇസ് എൻ ഇലക്ട്രോഡ്? ഇലക്ട്രോഡ് ഈസ് എ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. എന്തിന്റെ? ഇലക്ട്രിസിറ്റിന്റെ കണ്ടക്ടർ ആണ്. ദാറ്റ് ക്യാൻ ക്യാരി ഇലക്ട്രിക് കറന്റ്. ഓക്കെ, എന്ത് ക്യാരി ചെയ്യാൻ പറ്റും? ഇലക്ട്രിക് കറന്റ് ക്യാരി ചെയ്യാൻ പറ്റും ഇൻ ടു നോൺ മെറ്റൽസ് ആൻഡ് അതർ പുവർ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? പുവർ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റിയും നോൺ മെറ്റലേഴ്സിലേക്കും ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ നമ്മൾ റോഡ് യൂസ് ചെയ്യാം. ആ റോഡിന് പറയുന്ന പേര് ഇലക്ട്രോഡ്. ഓക്കെ, പിന്നെ എന്താണ് ഇലക്ട്രോലൈറ്റ്? നമ്മളൊരു സൊല്യൂഷൻ കാണിച്ചു. എന്താണ് ഇലക്ട്രോലൈറ്റ് എന്നാണ്. വാട്ട് ഇസ് ഇലക്ട്രോലൈറ്റ്? എ സൊല്യൂഷൻ ദാറ്റ് ബ്രേക്സ് ഇൻ ടു ഇറ്റ്സ് അയോൺസ് ഓൺ പാസിംഗ് ഇലക്ട്രിസിറ്റി ത്രൂ ഇറ്റ് ഈസ് കോൾഡ് ഇലക്ട്രോലൈറ്റ്.
അതൊരു സൊല്യൂഷൻ ആണ്. നമ്മൾ ഇലക്ട്രോലൈറ്റ് അതെന്താണ് ബ്രേക്ക് ചെയ്യുന്നത്? നേരത്തെ പറഞ്ഞു നമ്മളുടെ അയൺസ് ബ്രേക്ക് ചെയ്യുന്നു പറഞ്ഞു. ഓക്കെ, ആ ബ്രേക്ക് ചെയ്യുന്നു എന്താണ് അയൺസ് ആയിട്ട് ബ്രേക്സ് ഇൻ ടു ഇറ്റ്സ് അയൺസ് ഓൺ പാസ്. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ നമ്മുടെ സൊല്യൂഷൻ ബ്രേക്ക് ചെയ്തിട്ട് അയൺസ് ആയിട്ട് മാറും, പോസിറ്റീവ് നെഗറ്റീവ് അയൺസ് ആയിട്ട്. അതാ ഒരു സൊല്യൂഷൻ പറയുന്ന പേരാണ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇലക്ട്രോലൈറ്റ്സ് ആർ യൂസ്ഡ് ഇൻ ദ പ്രോസസ് ഓഫ് ഇലക്ട്രോപ്ലേറ്റിംഗ്. ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സിൽ യൂസ് ചെയ്യുന്നതാണ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പാർട്ടിലേക്ക് വരുന്നതാണ് ഇലക്ട്രോപ്ലേറ്റിംഗ്. മാം ജസ്റ്റ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇലക്ട്രോലൈറ്റ്, ഇലക്ട്രോഡ് നമുക്ക് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഈ ഒരു പാർട്ട് എടുക്കുന്നത്. ഓക്കെ, വാട്ട് ആർ ആനോഡും കാഥോഡും എന്താണെന്നാ പറയുന്നത്. നമ്മൾ ഇലക്ട്രോഡ്സ് കണ്ടു, ഒരു ആനോഡ് ആൻഡ് കാഥോഡ് എന്നുള്ള ഫിഗറിൽ കണ്ടോ, അതെന്താണെന്നാണ് പറയുന്നത്. വാട്ട് ഈസ് മീൻ ബൈ ആനോഡ് ആൻഡ് കാഥോഡ്? The positively charged electrode is anode. പോസിറ്റീവ്ലി ചാർജ് ആയ ഇലക്ട്രോഡിനെ നമ്മൾ പറയുന്ന പേരാണ് ആനോഡ്. ഓക്കെ, പോസിറ്റീവ്ലി ചാർജ് ഇലക്ട്രോഡ് നോൺ ആസ് ആനോഡ് ആൻഡ് നെഗറ്റീവ്ലി ചാർജ് ഇലക്ട്രോഡ് നോൺ ആസ് കാഥോഡ്. ഓക്കെ, മനസ്സിലാക്കി വെക്കണം. പോസിറ്റീവ്ലി ചാർജ് ചെയ്തതിന് നമ്മൾ പറയുന്ന പേരാണ് ആനോഡ് ആൻഡ് നെഗറ്റീവ്ലി ചാർജ് ഇലക്ട്രോഡ്സ് നോൺ ആസ് കാഥോഡ്. ഓക്കെ, പിന്നെന്താണ് വാട്ട് ആർ ആനയോൺസ് ആൻഡ് കാറ്റയോൺസ്? ഇപ്പൊ നമ്മൾ നേരത്തെ അതിൽ കാണിച്ചു ആനയോൺസും കാറ്റയോൺസും കാണിച്ചു. ഓക്കെ, ആൻഡ് ആനയോൺസ് ആൻഡ് നെഗറ്റീവ്ലി ചാർജ് അയൺ. നെഗറ്റീവ്ലി ചാർജ്ഡ് അയൺ നമ്മൾ പറയുന്ന പേരാണ് എന്താണ്? ആനയോൺ. ആൻഡ് പോസിറ്റീവ്ലി ചാർജ്ഡ് അയൺസ് ആർ കോൾഡ് ആസ് കാനയോൺ. ഓക്കെ, മാറിപ്പോകരുത്, കാറ്റയോൺ, സോറി കാനയോൺ അല്ല കാറ്റയോൺ ആണ് കേട്ടോ. അപ്പൊ എന്താണ് കാറ്റയോൺസും ആനയോൺസും? ആനയോൺ എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജ്ഡ് അയൺ ആൻഡ് കാറ്റയോൺ ഇസ് എ പോസിറ്റീവ്ലി ചാർജ്ഡ് അയൺ. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. നിങ്ങളുടെ വലിയ ക്ലാസ്സുകളിൽ മെയിൻ ആയിട്ട് നിങ്ങൾ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ മാം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോർഷൻ കൊടുത്തത്. അപ്പൊ നമ്മളുടെ ഈ ഒരു പാർട്ടിൽ നമ്മൾ കെമിക്കൽ എഫക്ട്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അടുത്ത പാർട്ടിൽ നമ്മൾ കെമിക്കൽ എഫക്ട്സ് എടുക്കും. അതിലാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് ഉള്ളത്. അതിലേക്ക് വേണ്ടിയിട്ടാണ് മാം ഇലക്ട്രോലൈസിസ് എന്താണ്, അതിന് ബ്രേക്ക് ആൻഡ് ത്രൂ നമ്മളുടെ സൊല്യൂഷൻ ബ്രേക്ക് ചെയ്ത് അയൺസ് ആക്കി മാറ്റുന്ന എന്തിലൂടെ ഇലക്ട്രിസിറ്റി കടത്തിവിട്ട് ചെയ്യുമ്പോൾ ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് എന്ത്? ഇലക്ട്രോലൈസിസ്. ഓക്കെ, അപ്പൊ മനസ്സിലാക്കി വെക്കുക. അതിലാണ് നമ്മളുടെ ഈ ഒരു ഫിഗറിലാണ് നമ്മൾ ജസ്റ്റ് കാഥോഡ്, കാറ്റയോൺ, ഇലക്ട്രോലൈറ്റ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ആനോഡ് എന്ന് പറയുന്നത് എന്താണ് ആനോഡ് എന്ന് പറയുന്നത്? പോസിറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോണിനാണ് നമ്മൾ ആനയോൺ എന്ന് പറയുന്നത്. ആനോഡ് എന്നാണ്. ആനോഡും മാറിപ്പോകരുത്. ആനോഡ് എന്ന് പറയുന്നത് പോസിറ്റീവ്ലി ചാർജ് ഇലക്ട്രോണിനാണ്. നെഗറ്റീവ്ലി ചാർജ് ഇലക്ട്രോണിന് നമ്മൾ കാഥോഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, അയോൺസിന്റെ കേസ് വരുമ്പോൾ ആനയോൺ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്ലി ചാർജ്ഡ്, പോസിറ്റീവ് ചാർജ്ഡ് അയോണിനെ നമ്മൾ പറയുന്ന കാറ്റയോൺ ആണ്. ഓക്കെ, പിന്നെ നമ്മൾ ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞ സൊല്യൂഷൻ പറഞ്ഞു. അതെന്തായിരുന്നു? ഒരു സൊല്യൂഷൻ ദാറ്റ് കണ്ടെയ്ൻ അയോൺസ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ട്? ഇലക്ട്രിസിറ്റി പാസ് അല്ലെ, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നതുകൊണ്ടുള്ള സ്പ്ലിറ്റ് ചെയ്യുന്ന ആ സൊല്യൂഷനെ പറയുന്ന പേരാണ് ഇലക്ട്രോലൈറ്റ്. ഇലക്ട്രോലൈറ്റ് എന്ന് നമ്മൾ ഇലക്ട്രോപ്ലേറ്റിംഗ് എടുക്കുമ്പോൾ എന്തായാലും നമ്മൾ പഠിക്കും. കോപ്പർ സൾഫേറ്റ്, സിങ്ക് സൾഫേറ്റ് അതൊക്കെ എന്താണ്? ഇലക്ട്രോലൈറ്റ് ആണ്. ഓക്കെ, ആ സെറ്റപ്പ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മാം ഈ പോർഷൻ എടുത്തത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മളുടെ ഈ ഒരു പോർഷനിൽ മാം എന്താണ് ലിക്വിഡ്സ് എങ്ങനെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യിക്കുന്നതിന് എക്സ്പെരിമെന്റ് ജസ്റ്റ് ചെയ്തു അല്ലെ. അപ്പൊ നമുക്ക് മനസ്സിലായി എങ്ങനെ ചെയ്യണം, എക്സ്പെരിമെന്റിൽ എങ്ങനെ സെറ്റ് ചെയ്യണം. 2 വയർ ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ ലിക്വിഡിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് വെക്കണം ബീക്കറിൽ അല്ലെ. അവരെ ടച്ച് ചെയ്യരുത്. അപ്പൊ നമുക്കത് ബൾബ് ഗ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം എന്താണ്? കണ്ടക്ടർ ആണ്. ഈ ലിക്വിഡ് കണ്ടക്ടർ ആണ്. ബൾബ് ഗ്ലോ ചെയ്യുന്നില്ലെങ്കിൽ മനസ്സിലാക്കാം എന്താണ്? കണ്ടക്ടർ അല്ല. ഓക്കെ, പുവർ കണ്ടക്ടർ ആണ്. മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ നമ്മളുടെ പിന്നെന്താണ്? അതിന്റെ ബ്രൈറ്റ്നസ് അനുസരിച്ച് നമുക്ക് ഗുഡ് കണ്ടക്ടർ ആണോ പുവർ കണ്ടക്ടർ ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, പിന്നെ നമ്മൾ LED എന്താണ് ഈ ഒരു എക്സ്പെരിമെന്റിൽ എന്തുകൊണ്ട് നമ്മൾ LED യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ? LED എന്തുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത്? LED ഏതൊരു ചെറിയ ഒരു ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുകയാണെങ്കിലും, ചെറിയ ഇലക്ട്രിസിറ്റി ഒരു വീക്ക് കണ്ടക്ട് ചെയ്യുകയാണെങ്കിലും അവിടെ LED ആണെങ്കിൽ അത് ഗ്ലോ ചെയ്യും. ബട്ട് ഇൻ ഓർഡിനറി ബൾബിൽ ഫിലമെന്റ് ചൂടായിട്ട് വേണം നമുക്ക് എന്താണ് ലൈറ്റ് കത്താൻ. അപ്പോൾ ഫിലമെന്റ് ചൂടാൻ കുറച്ച് സമയം എടുക്കും. ആ ഒരു വീക്ക് കണ്ടക്ടർ ലിക്വിഡ് ആണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇലക്ട്രിസിറ്റി എന്താണ് നമുക്ക് ആ ബൾബ് ഗ്ലോ ചെയ്യില്ല. സോ അവിടെ എന്താണ് ഏറ്റവും ബെസ്റ്റ്? എന്താണ്? LED ആണ് ബെസ്റ്റ്. ഓക്കെ, അത് മനസ്സിലായല്ലോ. പിന്നെ നമ്മൾ ജസ്റ്റ് ഇലക്ട്രോലൈസിസ് എന്താന്ന് പറഞ്ഞു അല്ലെ. ഇലക്ട്രോലൈസിസ് നമുക്ക് കെമിക്കൽ എഫക്ട്സ് പഠിക്കുമ്പോൾ നമ്മളെ മെയിൻ ആയിട്ടുള്ള പാർട്ടാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്നുള്ള ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു പാർട്ടിലേക്ക് വേണ്ടിയിട്ട് നാം ജസ്റ്റ് ഇലക്ട്രോഡ്
ഇലക്ട്രോലൈസിസ്, അതിലുള്ള ഇലക്ട്രോഡ്സ്, അതിലെ കാഥോഡ്, ആനോഡ്, പിന്നെ കാറ്റയോൺ, ആനയോൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലിസ്റ്റ് പറഞ്ഞു. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് ഇലക്ട്രോപ്ലേറ്റിംഗ് പഠിക്കാം. ഓക്കെ, അപ്പൊ നേരത്തെ മാം പറഞ്ഞു എഫക്ട്സിലെ നമ്മളുടെ ഇലക്ട്രിക് കറന്റ് കൊണ്ടുണ്ടാകുന്ന എഫക്ട്സ് കോഴ്സ് ഉണ്ട് അല്ലെ. ഏതൊക്കെയായിരുന്നു നമ്മൾ പഠിച്ച എഫക്ട്സ്? നിങ്ങൾ 7th പഠിച്ചു. ഏതായിരുന്നു? ഹീറ്റിംഗ് എഫക്ട്സ് പഠിച്ചു. പിന്നെ എന്തായിരുന്നു? മാഗ്നറ്റിക് എഫക്ട്സ് പഠിച്ചു അല്ലെ. അപ്പൊ നമ്മളുടെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്തായിരുന്നു? കെമിക്കൽ എഫക്ട്സ് പഠിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എഫക്ട്സ് ഓഫ് എൻ ഇലക്ട്രിക് കറന്റ് എന്താന്ന് നോക്കാം അല്ലെ. എന്താണ്? അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. ഹീറ്റിംഗ് എഫക്ട് എന്തായിരുന്നു? Electric current cause heating of the electric equipment. For example, the filament of a bulb gets heated up due to electric current and therefore glows. എന്താണ്? ഇലക്ട്രിക് കറണ്ട് നമ്മൾ എന്താണ്? ഹീറ്റ് ചെയ്യുക അല്ലെ. ഇലക്ട്രിക് കറണ്ട് എന്ത് കോസ് ചെയ്യുക? ഹീറ്റിംഗ് ഓഫ് ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്. ഓക്കെ, ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് ഹീറ്റ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? അതാണ് നമ്മുടെ ഹീറ്റിംഗ് എഫക്ട് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ എക്സാമ്പിൾ നോക്കി. നമുക്ക് മെയിൻ ആയിട്ട് പറയാം അയൺ ബോക്സ്. നമുക്ക് അയൺ എന്താണ്? ചൂടാണ് അല്ലെ വേണ്ടത്. നമുക്ക് അയൺ ചെയ്യണമെങ്കിൽ, നമ്മൾ ക്ലോത്ത്സ് അയൺ ചെയ്യണമെങ്കിൽ ചൂടാണ് വേണ്ടത്. അപ്പൊ നമുക്ക് അവിടെ എന്താണ് വേണ്ടത്? ഹീറ്റിംഗ് എഫക്ട് ആണ് വേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഇലക്ട്രിസിറ്റി എന്താണ്? ഇലക്ട്രിക് കറണ്ട് എന്താണ് കൊടുക്കുന്നത്? ഒരു ഹീറ്റിംഗ് എഫക്ട് ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മളുടെ ഇലക്ട്രിക് കറണ്ട് കോസസ് ഹീറ്റിംഗ് ഓഫ് ദ ഇലക്ട്രിക് എക്യുപ്മെന്റ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഫിലമെന്റ് ഓഫ് എ ബൾബ് ഗെറ്റ്സ് ഹീറ്റഡ് അപ്പ് ഡ്യൂ ടു ഇലക്ട്രിക് കറണ്ട് ആൻഡ് therefore glows. ഓക്കെ, അപ്പൊ എന്താണ്? നമ്മളുടെ ഇലക്ട്രിക് കറണ്ട് എന്ത് എഫക്ട് ഉണ്ടാക്കുന്നുണ്ട്? ഹീറ്റിംഗ് എഫക്ട് അല്ലെ. നമ്മൾ ഇലക്ട്രിസിറ്റി ഏതൊരു ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് ആലോചിച്ച് നോക്കി, കുറച്ച് കൂടുതൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് നന്നായിട്ട് ചൂടാവുന്നത് കാണാം. ഓക്കെ, ഹീറ്റ് പുറത്തേക്ക് വിടുന്നത് കാണാം. നമുക്ക് റെഫ്രിജറേറ്റർ ഒന്ന് ആലോചിച്ച്, വീട്ടിലുള്ള റെഫ്രിജറേറ്ററിൽ നിങ്ങളൊന്ന് സൈഡിൽ ടച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ എന്താണ്? ഭയങ്കര ചൂടാവുന്നത് കാണാം. ഓക്കെ, അപ്പൊ അതെന്താണ്? ചൂട് പുറത്തേക്ക് വിടുന്നുണ്ട്. ഓക്കെ, ആ ഒരു ഹീറ്റിംഗ് എഫക്ട് വെച്ചിട്ട് കുറെ അപ്ലയൻസസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയായിരുന്നു? ജസ്റ്റ് ഫസ്റ്റ് നമുക്ക് എന്താണ്? ഒരു ബൾബ് ഗ്ലോ ചെയ്തിട്ട് അത് പറയാം. ഓക്കെ, വേറെ എന്ത് പറയാം? അയൺ ബോക്സ് പറയാം. പിന്നെന്തായിരുന്നു? ഹീറ്റർ പറയാം അല്ലെ. പിന്നെന്ത് പറയാം? ഹെയർ ഡ്രയർ അല്ലെ. മുടി ഉണക്കാൻ യൂസ് ചെയ്യുന്ന ഹെയർ ഡ്രയർ പറയാം. അത് പലയ്ക്കും പിന്നെ എന്താണ്? എന്തായിരുന്നു? കുറെ സാധനങ്ങളുണ്ട് അല്ലെ. നിങ്ങൾക്ക് അറിയുന്ന കുറെ സബ്സ്റ്റൻസ് ഉണ്ട്, കുറെ അപ്ലയൻസസ് ഉണ്ട്. ഓക്കെ, അതൊക്കെ വെച്ച് നമുക്ക് ഹീറ്റിംഗ് എഫക്ട് ഉണ്ട്. ഓക്കെ, അടുത്തത് എന്താണ്? അടുത്ത എഫക്ട് എന്താണ്? മെക്കാനിക്കൽ എഫക്ട്. ഈ മെക്കാനിക്കൽ എഫക്ട് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇലക്ട്രിക് കറന്റ് ക്യാൻ ലീഡ് ടു ജനറേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി ഇൻ അപ്ലയൻസ്. ഓക്കെ, മെക്കാനിക്കൽ എനർജി കൊടുത്തിട്ട് നമ്മളുടെ അപ്ലയൻസസ് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. എന്താണ് മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത്? നമ്മളുടെ ഫാനൊക്കെ എങ്ങനെയാണ്? അതിന് ലീഫ് ഇങ്ങനെ കറങ്ങി അതൊരു മെക്കാനിക്കൽ എനർജി അവിടെ കൊടുക്കുന്നുണ്ട് അല്ലെ. എന്താണ്? അതുപോലെ മോട്ടറിന്റെ ഇതിലും കാണാൻ നിങ്ങൾക്ക് ഫാന് കാണാം അല്ലെ. മോട്ടോർ വർക്ക് ചെയ്യിപ്പിക്കുന്നത് കാണാം. ഓക്കെ, അപ്പൊ എന്താണ് മെക്കാനിക്കൽ എഫക്ട് എന്ന് പറയുന്നത്? എന്തായിരുന്നു? വെൻ ഇലക്ട്രിക് കറന്റ് ക്യാൻ ലീഡ് ടു ജനറേഷൻ ഓഫ് എ മെക്കാനിക്കൽ എനർജി ഇൻ അപ്ലയൻസസ്. ഓക്കെ, മെക്കാനിക്കൽ എനർജി ജനറേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യിപ്പിക്കുക. ഓക്കെ, ഇലക്ട്രിക് കറന്റ് ക്യാൻ ലീഡ് ടു ജനറേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി ഇൻ അപ്ലയൻസസ്. ഫോർ എക്സാമ്പിൾ ഫാൻസ്, മോട്ടോഴ്സ് വർക്ക് ഡ്യൂ ടു ദിസ് എഫക്ട് അല്ലെ. ഫാന്, മോട്ടോഴ്സ് ഒക്കെ എന്താണ്? ഈ ഒരു എഫക്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത എഫക്ട് എന്താണ്? മാഗ്നറ്റിക് എഫക്ട് അല്ലെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് മാഗ്നറ്റിക് എഫക്ട്. എന്താണ്? ഇലക്ട്രിക് കറന്റ് ക്യാൻ ഗീവ് റൈസ് ടു മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എ സബ്സ്റ്റൻസ്. ഓക്കെ, നമ്മൾ പറയുന്നുണ്ട് ഒരു വയറിലൂടെ കറണ്ട് പാസ് ചെയ്യുകയാണെങ്കിൽ അതിന് ചുറ്റും എന്താണ്? ഒരു മാഗ്നറ്റിക് എഫക്ട് ഉണ്ട് എന്നാ പറയുന്നത്. എന്തുകൊണ്ടാണ്? ഈ വയർ എന്ന് പറയുന്ന ഒരു മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു എന്താണ് മാഗ്നറ്റിക് എഫക്ട് കറണ്ടിന് ഉണ്ട്. കറണ്ട് പാസ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ഒരു മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. അത് വെച്ചിട്ട് നമ്മൾ അപ്ലയൻസസ് എന്തെന്ന് പറഞ്ഞ് നമ്മള് ഇലക്ട്രിക് ബെല്ല് അല്ലെ. നമ്മള് വീട്ടിൽ യൂസ് ചെയ്യുന്ന ബെല്ല് ശരിക്കും ഇതാണ്? ഒരു മാഗ്നറ്റിക് എഫക്ട് വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഒരു അപ്ലയൻസ് ആണ്. ഓക്കെ, ഇലക്ട്രിക്കൽ അപ്ലയൻസ് ആണ് ഇലക്ട്രിക് ബെൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് മാഗ്നറ്റിക് എഫക്ട്. ഇലക്ട്രിക് കറന്റ് ക്യാൻ ഗീവ് റൈസ് ടു മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എ സബ്സ്റ്റൻസസ്. ഓക്കെ, അപ്പൊ നമ്മൾ എഫക്ട്സ് ഓഫ് എ കറണ്ടിന്റെ എഫക്ട്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മൾ ഹീറ്റിംഗ് എഫക്ട് പറഞ്ഞു. രണ്ടാമത് എന്തായിരുന്നു? മെക്കാനിക്കൽ എഫക്ട് പറഞ്ഞു അല്ലെ. തേർഡ് വൺ മാഗ്നറ്റിക് എഫക്ട് ആണ്. ഫോർത്ത് വൺ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്ന കെമിക്കൽ എഫക്ട് എന്ന് പറയുന്നത്. ഓക്കെ, കെമിക്കൽ എഫക്ട് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് കറന്റ് ക്യാൻ ലീഡ് ടു പ്രൊഡക്ഷൻ ഓഫ് കെമിക്കൽ എനർജി ഓർ കെമിക്കൽ റിയാക്ഷൻസ്. ഓക്കെ, എന്താ പറയുന്നു? ഈ ഇലക്ട്രിക് കറണ്ട് എന്ത് ഫോം ചെയ്യുന്ന എന്തുണ്ടാക്കുന്ന പറഞ്ഞാൽ ലെഡ് ടു പ്രൊഡക്ഷൻ ഓഫ് കെമിക്കൽ എനർജി അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാക്കും, ലെഡ് ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, കെമിക്കൽ എനർജി ഇലക്ട്രിക് കറന്റ് ക്യാൻ ലീഡ് ടു പ്രൊഡക്ഷൻ ഓഫ് കെമിക്കൽ എനർജി ഓർ കെമിക്കൽ റിയാക്ഷൻസ്. ഓക്കെ,
അപ്പൊ മനസ്സിലായോ? അപ്പൊ കെമിക്കൽ എഫക്ട് എന്ന് പറയുന്നത് എന്താണോ, ഈ ഇലക്ട്രിക്കൽ കറണ്ട് എന്തുണ്ടാക്കും, കെമിക്കൽ എനർജി അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് പഠിക്കാനുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എഫക്ട്സിൽ പറയുന്ന 4 എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്തൊക്കെയാണ്? എന്തൊക്കെയായിരുന്നു? ഹീറ്റിംഗ് എഫക്ട്, മെക്കാനിക്കൽ എഫക്ട്, മാഗ്നറ്റിക് എഫക്ട്, കെമിക്കൽ എഫക്ട്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ കെമിക്കൽ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. എന്താണ് കെമിക്കൽ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞു നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അല്ലെ. We know that when an electric current passes through solution, it ionizes and breaks down into ions. അല്ലെ, നമുക്കറിയാം ഒരു ഇലക്ട്രിക് കറണ്ട് ഒരു സൊല്യൂഷനിലൂടെ പാസ് ചെയ്താൽ അതെന്ന് അയൺസ് അത് ബ്രേക്ക് ചെയ്തിട്ട് അയൺസ് മാറി മാറി വരും അല്ലെ. നമുക്ക് എന്താണ്, ഇറ്റ് അയണൈസസ് ആൻഡ് ബ്രേക്സ് ഡൗൺ ഇൻ ടു അയൺസ് അല്ല, അയണൈസസ് ചെയ്തിട്ട് ബ്രേക്ക് ഡൗൺ ഇൻ ടു അയൺസ്. ദിസ് ഈസ് ബിക്കോസ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ദാറ്റ് ടേക്ക് പ്ലേസ് വെൻ ആൻ ഇലക്ട്രിക് കറന്റ് പാസസ് ത്രൂ എ സൊല്യൂഷൻ. ഇത് എന്തുകൊണ്ടാണ്? ഇവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട്. ആ ഒരു സൊല്യൂഷന്റെ അകത്ത് ഇലക്ട്രിസിറ്റി നമ്മൾ പാസ് ചെയ്യിപ്പിക്കും, അവിടെ ഉണ്ടാവുന്ന അയണൈസസ് എന്താണ്, അയൺസ് ആയിട്ട് മാറാണ്. ഞാൻ പറഞ്ഞു കോപ്പർ സൾഫേറ്റ് ആണ്, കോപ്പറും സൾഫേറ്റ് ഡിഫറെന്റ് ആയിട്ട് മാറാണ്, ബ്രേക്ക് ചെയ്തിട്ട് മാറാണ്. അതെന്തുകൊണ്ടാണ്? അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത് കൊണ്ടാണ്. ഓക്കെ ആണോ? എന്താ പറയുന്നത്? We know that when an electric current passes through the solution, it ionizes and breaks down into ions. This is because of chemical reactions that take place when an electric current passes through a solution. Electric current അതിലൂടെ പാസ് ചെയ്യുമ്പോൾ അവിടെ എന്താണ്, ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട്. Depending upon the nature of the solution and the electrodes used, the following effects can be observed in the solution. Okay, ഈ കെമിക്കൽ റിയാക്ഷൻ കൊണ്ട് നമ്മൾ പറഞ്ഞ അയണൈസസ് ഡിഫറെന്റ് സൊല്യൂഷൻ എന്താണ് ബ്രേക്കൺ ചെയ്തിട്ട് അത് അയണായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സൊല്യൂഷനിൽ കാണുന്ന കുറച്ച് മാറ്റങ്ങളുണ്ട്. എന്താണ്? നമുക്ക് ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്, കറണ്ട് ഈ സൊല്യൂഷനിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ മാറ്റങ്ങൾ എന്താണ്? ഈ കെമിക്കൽ എഫക്ട് കൊണ്ട് ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണെന്നാണ് പറയുന്നത്. ഓക്കെ, എന്തൊക്കെയാണ്? 3 എണ്ണം നമ്മൾ പറയുന്നത്. എന്താണ്? ഫസ്റ്റ്, മെറ്റാലിക് ഡെപ്പോസിറ്റ്സ് ഓൺ ദ ഇലക്ട്രോഡ്സ്. ഓക്കെ, ഒരു ഇലക്ട്രോഡ്സ് മാം നേരത്തെ പറഞ്ഞു 2 ഇലക്ട്രോഡ്സ് പറയുന്നത് ഏതാണ്? കാഥോഡ്, ആനോഡ് എന്ന് പറയുന്ന ഇലക്ട്രോഡ്സ്. ഓക്കെ, പോസിറ്റീവ് ഇലക്ട്രോഡും നെഗറ്റീവ് ഇലക്ട്രോഡും. ഓക്കെ, നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ മതി, പോസിറ്റീവ് നെഗറ്റീവ് ഇലക്ട്രോഡും. ഓക്കെ, ആ 2 ഇലക്ട്രോഡും എന്താ പറയുന്നത്? മെറ്റാലിക് ഡെപ്പോസിറ്റ്. ഓക്കെ, നമ്മളുടെ മെറ്റാലിക് ഒരു മെറ്റൽസിന് ഡെപ്പോസിറ്റ് ഇലക്ട്രോഡ്സിൽ പറയുന്നുണ്ട്. അതാണ് നമ്മളുടെ ആ ഒരു ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എന്താണ്? മെറ്റാലിക് ഡെപ്പോസിറ്റ്സ് ഓൺ ദ ഇലക്ട്രോഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മളുടെ ഈ എന്ത് ആപ്ലിക്കേഷൻ പഠിക്കുന്നത്? ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. സെക്കൻഡ് വൺ എന്താണ്? ചേഞ്ച് ഇൻ ദ കളർ ഓഫ് ദ സൊല്യൂഷൻ. ഓക്കെ, സൊല്യൂഷന്റെ കളറിൽ ചേഞ്ച് വരുന്നുണ്ട്. ഓക്കെ, ഈ കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ എന്താണ്, ഒരു സൊല്യൂഷന്റെ കേസ് അവിടെ ഒരു ചേഞ്ച് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എന്താണ്? നമ്മളുടെ പൊട്ടാറ്റോ കട്ട് ചെയ്തിട്ട് അതിൽ നമ്മളുടെ വയർ കണക്ട് ചെയ്തിട്ട് അല്ലെ, സെല്ലൊക്കെ വെച്ച് കണക്ട് ചെയ്തിട്ട് എന്താണ് നമ്മളുടെ അതിലൂടെ കറണ്ട് വിടും. ആ പോസിറ്റീവ് സൈഡ് കണക്ട് ചെയ്ത് കൊടുത്ത് എന്താണ് അവിടെ ഒരു കളർ ചേഞ്ച് വരുന്നുണ്ട്, ഒരു ഗ്രീൻ കളർ ചേഞ്ച്. അതൊന്ന് വായിച്ചു നോക്കണം, ഒന്ന് റീഡ് ചെയ്യണം. മാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ആ NCERT ആ ഒരു ഭാഗം റീഡ് ചെയ്യണം. അപ്പൊ അതിൽ നിങ്ങൾക്ക് മനസ്സിലായും അവിടെ എന്താണ് ഒരു കളർ ചേഞ്ച് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് അവിടെ എന്താ പറയുന്നത്? ചേഞ്ച് ഇൻ ദ കളർ ഓഫ് ദ സൊല്യൂഷൻ. അവിടെ ആ സൊല്യൂഷനിൽ ഒരു ചേഞ്ച് വരുന്നുണ്ട്, കളറിൽ ചേഞ്ച് വരുന്നുണ്ട്. നമ്മളുടെ കെമിക്കൽ എഫക്റ്റ് ആണ്, അതൊരു കെമിക്കൽ എഫക്റ്റ് ആണ് അല്ലെ. കളർ ചേഞ്ച് കെമിക്കൽ എഫക്റ്റ് ആണ് അല്ലെ. അതാണ് ലാസ്റ്റ് വൺ. ഓക്കെ, റിലീസ് ഓഫ് ഗ്യാസ് ഓർ പ്രൊഡക്ഷൻ ഓഫ് ബബിൾസ് ഇൻ ദ സൊല്യൂഷൻ. ഓക്കെ, എന്താണ് ഈ കെമിക്കൽ എഫക്റ്റ് കൊണ്ട് എന്താണ് പറയുന്നത്? ഒരു സൊല്യൂഷനിൽ എന്താണ് ബബിൾസ് ഫോം ചെയ്യുക അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഓഫ് ഗ്യാസ് ഫോം ചെയ്യുക. ഓക്കെ, അതും എന്താണ് ഒരു കെമിക്കൽ എഫക്റ്റ് ആണ്. ഓക്കെ, അപ്പം ഈ 3 ആലോചിച്ച് നോക്കിയേ. മെറ്റാലിക് ഡെപ്പോസിറ്റ് ഓൺ ദ ഇലക്ട്രോഡ്സിന്റെ മുകളിൽ മെറ്റാലിക് ഡെപ്പോസിറ്റ്, മെറ്റൽസ് ഡെപ്പോസിറ്റ് ചെയ്യാം. ഓക്കെ, സെക്കൻഡ് എന്താണ്? ചേഞ്ച് ഇൻ ദ കളർ ഓഫ് ദ സൊല്യൂഷൻ. തേർഡ് വൺ, എ റിലീസ് ഓഫ് ഗ്യാസ് ഓർ പ്രൊഡക്ഷൻ ഓഫ് ബബിൾസ് ഇൻ ദ സൊല്യൂഷൻ. ഓക്കെ, ഈ ഒരു ഫിഗർ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് NCERT കാണാം. അവിടെ നിങ്ങൾക്ക് ഒരു എക്സ്പെരിമെന്റലി ആയിട്ട് കൊടുത്തതാണ് അല്ലെ. ഇവിടെ എന്താണ്? 2 ഇലക്ട്രോഡ് ഉണ്ട്. ഓക്കെ, 2 ഇലക്ട്രോഡ് ഉണ്ട്. ആ ഇലക്ട്രോഡ് കാർബൺ റോഡാണ്. 2 ഇലക്ട്രോഡ് ഉള്ളത് കാർബൺ ആനോഡാണ്, കാഥോഡാണ്. ഒന്ന് പോസിറ്റീവ് ആണ്, ഒന്ന് നെഗറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ ഇതിവിടെ നിങ്ങൾക്ക് ഇവിടെ എന്താണ് സർക്യൂട്ട് ജസ്റ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതെന്താണ്? പോസിറ്റീവ് സൈഡ് ആണ് അല്ലെ, ഇത് നെഗറ്റീവ് സൈഡ് ആണ്. ബാറ്ററി ആണെങ്കിൽ ബാറ്ററി നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ?
സിമ്പിൾ വെച്ച് റെപ്രസെന്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ 7th ചാപ്റ്ററിൽ അല്ലെ? ഇലക്ട്രിക് കറന്റ് ഇറ്റ്സ് എഫക്ട്സിലാണോ നിങ്ങൾ പഠിച്ചത്? സിമ്പിൾസ് വെച്ച് കണക്ട്. ആ സിമ്പിൾസിലെ ഒരു ബാറ്ററിന്റെ സിമ്പിൾ ആണ്. ബിഗ് ആയിട്ട് കാണിക്കുന്ന പോസിറ്റീവ് സൈഡും ഈ സ്മോൾ കാണിക്കുന്ന നെഗറ്റീവ് സൈഡും ആണ്. ഓക്കെ, ഈ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും. ഓക്കെ, അപ്പൊ എന്താണ്? ഓക്കെ, അപ്പൊ നമ്മളുടെ ഒരു ബീക്കറിൽ നമ്മൾ ഒരു സൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്. ആ സൊല്യൂഷനിൽ നമ്മൾ 2 ഇലക്ട്രോഡ് വെച്ചു. ആ ഇലക്ട്രോഡ് നമ്മൾ അവിടെ എന്ത് ചെയ്തു? ഇലക്ട്രോഡ് നമ്മളുടെ വയറുമായിട്ട് കണക്ട് ചെയ്ത് നമ്മളൊരു സർക്യൂട്ട് ആക്കിയിട്ടുണ്ട് അല്ലെ? ഇലക്ട്രിസിറ്റി പാസ് ചെയ്യിപ്പിക്കാൻ പോവാണ്. അപ്പൊ നമ്മളുടെ ഇവിടെ എന്താ ജസ്റ്റ് ഒരു മെറ്റൽ കാർബൺ റോഡാണ്, വാട്ടർ ആണ് കൊടുത്തത്, ഒരു മെറ്റൽ ക്യാപ്പ് ഉണ്ട്. ഈ മെറ്റൽ ക്യാപ്പ് നമ്മളുടെ വാട്ടറിലേക്ക് ഇൻസേർട്ട് ചെയ്തത് അതെന്താണ്? കുറച്ച് ഡിപ്പ് ചെയ്യാതെ കുറച്ച് മുകളിലോട്ടാക്കി വെക്കണം. ഇതാണ് നമ്മളുടെ സെറ്റപ്പ്. അപ്പൊ നമുക്ക് ഇതിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നുണ്ടോ എന്നാണ് പറയുന്നത്. ഇത് ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്താൽ, ബാറ്ററി നമ്മൾ കണക്ട് ചെയ്താൽ, ഇവിടെ നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ എന്താണ് ഒരു ബബിൾസ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഈ വാട്ടറിന്റെ ഉള്ളിൽ ഒരു ബബിൾസ് ഫോം ചെയ്യുന്നത് കാണാം. ഓക്കെ, ഈ ഒരു സെറ്റപ്പിൽ നിങ്ങൾക്ക് ബബിൾസ് ഫോം ചെയ്യും. അതാണ് നേരത്തെ പറഞ്ഞ പോയിന്റ്, പ്രൊഡക്ഷൻ ഓഫ് എന്താണ് ഗ്യാസ് ഓർ ബബിൾസ് എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പം ഇവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട്. ആ കെമിക്കൽ വാട്ടറിൽ സോൾട്സ് പ്രസന്റ് ആയിരിക്കും അല്ലെ? ഈ വാട്ടറിൽ സോൾട്സിന് പ്രസന്റ് ആയതുകൊണ്ട് അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് എന്താണ് അവിടെ എന്താണ് ഫോം ചെയ്യുന്നത്? ഒരു ബബിൾസ് ഫോം ചെയ്യുന്നുണ്ട്. അത് തന്നെ ഈ എക്സ്പെരിമെന്റ് വെച്ച് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നേരത്തെ നമ്മൾ പൊട്ടാറ്റോ വെച്ചിട്ട് എന്താണ് കണ്ടുപിടിച്ചത്? കളർ ചേഞ്ച് ഉണ്ട് എന്നുള്ളത് അല്ലെ? അതുപോലെ ഇത് ഈ എക്സ്പെരിമെന്റ് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ അവിടെ ഒരു ബബിൾസ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ കെമിക്കൽ റിയാക്ഷൻസിന് കെമിക്കൽ എഫക്റ്റ് ആണ് അല്ലെ? നമ്മൾ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യിക്കുന്ന കെമിക്കൽ എഫക്റ്റ് കൊണ്ടാണ് ഇവിടെ എന്താണ് ഗ്യാസ് പോലെ ബബിൾസ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അപ്ലിക്കേഷൻസ് ഓഫ് കെമിക്കൽ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇനി എന്താണ് പറയുന്നത്? അപ്ലിക്കേഷൻസ് ആണ്. നമ്മളുടെ ഈ കെമിക്കൽ എഫക്ട്, നമ്മൾ ഏതൊരു എഫക്റ്റും നമ്മളുടെ ഇലക്ട്രിസിറ്റിന്റെ ഏതൊരു എഫക്റ്റും വെച്ചിട്ട് അതിന് അപ്ലിക്കേഷൻസ് ഉണ്ടാവും അല്ലെ? നമ്മൾ ഹീറ്റിംഗ് എഫക്ട് വെച്ചിട്ട് കുറെ അപ്ലിക്കേഷൻസ് ഉണ്ട്. കുറെ ഇലക്ട്രിക്കൽ അപ്ലയൻസ് അത് വെച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. മെക്കാനിക്കൽ വെച്ചിട്ടാണ് നമ്മളുടെ ഫാൻ ഒക്കെ വർക്ക് ചെയ്യുന്നത്. അതുപോലെ എന്തായിരുന്നു? മാഗ്നറ്റിക് എഫക്ട്, അതും വെച്ചിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ? ബെല്ല്, ഇലക്ട്രിക് ബെല്ല്, അതുപോലെ പല കാര്യങ്ങളും നമ്മൾ മാഗ്നറ്റിക് എഫക്ട് വെച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെയാണ് ഈ കെമിക്കൽ എഫക്ട് വെച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ എന്താണ്? അതിന്റെ ഫസ്റ്റ് വൺ ആണ് ഇലക്ട്രോപ്ലേറ്റിംഗ്. അതാണ് നിങ്ങളുടെ ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ പാർട്ടാണ് ഇലക്ട്രോപ്ലേറ്റിംഗ്. ഓക്കെ, അതെന്താണ്? ആ പ്രോസസ്സിന് എന്താണ്? വാട്ട് മീൻ ബൈ ദാറ്റ് പ്രോസസ്? എന്താണ് ഇലക്ട്രോപ്ലേറ്റിംഗ്? എന്താണ് മീൻ ചെയ്യുന്നത്? Electroplating is a process in which layer of a metal is deposited on another material with the help of electricity. എന്താണ്? ഒരു മെറ്റലിന് വേറൊരു മെറ്റലിന് ഡെപ്പോസിറ്റ് ചെയ്യാം. നമ്മളുടെ മെറ്റൽ വേറൊരു മെറ്റലിന് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് നമ്മൾ എന്താ പറയുന്നത്? ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഇലക്ട്രോപ്ലേറ്റിംഗ്. ഓക്കെ, ആ ഇലക്ട്രോപ്ലേറ്റിംഗ് നമ്മൾ എന്ത് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്? ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ചെയ്യുന്നത് കൊണ്ടാണ് അതെന്താണ് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഒരു മെറ്റൽ വേറൊരു മെറ്റലിന്റെ മുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. എന്താണ് മനസ്സിലാകുന്നുണ്ടോ? ഐഡിയ കിട്ടുന്നുണ്ടോ? എന്താണ് പ്രോസസ് എന്ന് പറയുന്നത്? ഇലക്ട്രോപ്ലേറ്റിംഗ്. ഓക്കെ, ഫസ്റ്റ് ഈ ഡെഫിനിഷൻ ഒന്ന് റീഡ് ചെയ്ത് നന്നായിട്ടൊന്ന് പറയതേ. ഇലക്ട്രോപ്ലേറ്റിംഗ് ഈസ് എ പ്രോസസ് in which layer of a metal is deposited on another material. Okay, ഒരു മെറ്റൽ വേറൊരു മെറ്റീരിയലിന്റെ മുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യാം with the help of എന്തിന്റെ ഹെൽപ്പ് ഉണ്ട്? ഇലക്ട്രിസിറ്റിന്റെ ഹെൽപ്പ് ഉണ്ട്. Okay, electroplating is a process in which layer of metal is deposited on another material with the help of electricity. അതാണ് നമ്മുടെ ഇലക്ട്രോപ്ലേറ്റിംഗ് ഡെഫിനിഷൻ. ഓക്കെ, ഇത് എന്ന് ആലോചിക്കുക. എന്താണ് ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം? നമ്മൾ കവറിംഗ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ നിങ്ങൾക്ക് നമ്മളുടെ പെൺകുട്ടികൾക്ക് മനസ്സിലാവും അല്ലെ? ഗേൾസിനൊക്കെ മനസ്സിലാവും. നമ്മളുടെ ഈ കവറിങ്സ്, നമ്മൾ ഗോൾഡ് കവറിംഗ് ഓർണമെന്റ്സ് യൂസ് ചെയ്യാറില്ലേ അല്ലെ? അത് നമ്മളുടെ ഒരു മെറ്റലിന്റെ മുകളിൽ അത് അവർ കവറിംഗ് പോലെ, ഗോൾഡിന്റെ കവറിംഗ് പോലെ കൊടുക്കുന്നതാണ് അല്ലെ? ഗോൾഡ് കളറുള്ള കവറിങ്സ് കൊടുക്കുന്നതാണ്. ഓക്കെ, വേറൊരു മെറ്റൽ അവിടെ അതെന്താണ് അതിന്റെ മുകളിൽ നമ്മൾ പൂശാന്ന് പറയില്ലേ, ജസ്റ്റ് അല്ലെ, അവിടെ ലെയർ ആക്കി കൊടുക്കുന്നതാണ്. ഓക്കെ, അത് നമ്മളൊരു ചീപ്പ് മെറ്റലിന്റെ മുകളിൽ നമ്മളുടെ ഈ ഗോൾഡ് കവറിംഗ് കൊടുക്കുന്നതാണ്. ഓക്കെ, ഗോൾഡ് കവറിംഗ് അല്ല, ഗോൾഡിന്റെ കളർ പോലുള്ള കവറിങ്സ് കൊടുക്കുക. ഇതൊക്കെ ഒരു ഇലക്ട്രോപ്ലേറ്റിംഗ് എക്സാമ്പിൾ ആണ്. അത് നമ്മൾ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ടാണ് നമ്മളുടെ ആ പ്ലേറ്റിംഗ് അവിടെ കൊടുക്കുന്നത്. ഓക്കെ, അത് കുറെ കാലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് പോയി പോകും അല്ലെ?
അത് സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അതുപോലെ കുറെ എക്സാമ്പിൾസ് ഉണ്ട് നമ്മുടെ യൂട്ടൻസിൽസ്, വീട്ടിൽ യൂസ് ചെയ്യുന്ന കിച്ചൺ യൂട്ടൻസിൽസിലൊക്കെ നമ്മളുടെ ഇതുപോലെ പ്ലേറ്റിംഗ് ഈ ഒരു എന്താണ് കവറിങ്സ് കൊടുക്കുന്നുണ്ട്. പല മെറ്റൽസിന്റെ മുകളിലും വേറെ മെറ്റൽസിന്റെ കവറിങ് കൊടുക്കും. ഓക്കെ, നമ്മുടെ റസ്റ്റിംഗ്, നമ്മളിപ്പോ മെയിൻ ആയിട്ട് ഒന്ന് ആലോചിക്കുക, റസ്റ്റിംഗ് ഓഫ് അയൺ. ഓക്കെ, അതെന്താണ്? അയൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അയൺ എന്ന് പറഞ്ഞാൽ ആ അയണിന്റെ മുകളിൽ നമ്മളുടെ റെസ്റ്റ്, ഓക്കെ, ഓക്സൈഡ് ആണ്. എന്താണ്? അയണിന്റെ മുകളിൽ റെസ്റ്റ് വരുമ്പോൾ അത് വേറൊരു എന്താണ് മെറ്റലായിട്ട് മാറാണ്. അതൊക്കെ ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുന്നതിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, ഐഡിയ കിട്ടിയോ? ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുന്നതിന് ഐഡിയ കിട്ടിയോ? എന്തായിരുന്നു നമ്മളുടെ ഡെഫിനിഷൻ? എന്തായിരുന്നു? ഇലക്ട്രോ പ്ലേറ്റിംഗ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് ലെയർ ഓഫ് എ മെറ്റൽ ഈസ് ഡെപ്പോസിറ്റഡ് ഓൺ അനദർ മെറ്റീരിയൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇലക്ട്രിസിറ്റി. ഓക്കെ, electroplating is used in many industries for depositing layer of metal with a desired characteristic on another metal. അല്ല, കുറെ ഇൻഡസ്ട്രീസിൽ നമ്മൾ ഇലക്ട്രോപ്ലേറ്റിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ്? ഇതുപോലെ ഒരു മെറ്റലിന്റെ മുകളിൽ വേറൊരു മെറ്റൽ എന്താണ് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെ? പല പല യൂസേജും ഉണ്ട്. അതാണ് ഈ പോയിന്റ് പറയുന്നത്. ഇലക്ട്രോപ്ലേറ്റിംഗ് ഈസ് യൂസ്ഡ് ഇൻ മെനി ഇൻഡസ്ട്രീസ് ഫോർ ഡെപ്പോസിറ്റിംഗ് എ ലെയർ ഓഫ് മെറ്റൽ വിത്ത് ഡിസൈർഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓൺ അനദർ മെറ്റൽ. ഓക്കെ, അടുത്ത വായിച്ചേ. ഡിഫറെന്റ് മെറ്റൽസ് യൂസ്ഡ് ഫോർ ഇലക്ട്രോപ്ലേറ്റിംഗ് ആർ നിക്കൽ, കോപ്പർ, ഗോൾഡ്, സിൽവർ, ടിൻ, ബ്രാസ്, സിങ്ക്, ക്രോമിയം ആൻഡ് പ്ലാറ്റിനം. ഓക്കെ, ഇതുപോലെ കുറെ മെറ്റൽസിന് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ എന്താണ് ഇലക്ട്രോപ്ലേറ്റിംഗിന് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ചിലപ്പോ സിങ്കിന്റെ എന്താണ് കോപ്പറിന്റെ മുകളിൽ ചിലപ്പോൾ ബ്രാസ് ഇത് ചെയ്യും. അതുപോലെ കവറിങ്സ് പല പല രീതിയിൽ കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഡിഫറെന്റ് മെറ്റൽസ് യൂസ്ഡ് ഫോർ ഇലക്ട്രോപ്ലേറ്റിംഗ്സ് ആർ നിക്കൽ, കോപ്പർ, ഗോൾഡ്, സിൽവർ, ടിൻ, ബ്രാസ്, സിങ്ക്, ക്രോമിയം ആൻഡ് പ്ലാറ്റിനം. Okay.